പച്ചപ്പിന്റെ പുതുവസന്തമൊരുക്കി പന്തളം തെക്കേക്കര. പച്ചപ്പരവതാനി വിരിച്ച ജൈവ പച്ചക്കറിത്തോട്ടങ്ങളും ചീരപ്പാടവും മറ്റു കാർഷിക കാഴ്ചകളുമായി ഗ്രാമീണ സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പന്തളം തെക്കേക്കര എന്ന കാർഷിക ഗ്രാമം. ഇന്ന് ഈ കൊച്ചു ഗ്രാമം കാർഷിക അഭിവൃദ്ധിക്കും കർഷകർക്കും വേണ്ടി നടപ്പിലാക്കിയ കൃഷി സമൃദ്ധി, ചീരഗ്രാമം, കേരഗ്രാമം പദ്ധതികളിലൂടെ തരിശുരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിലേക്ക് ചുവടുവെച്ച് മുന്നേറുന്നു. പന്തളം ബ്ലോക്കിലെ പന്തളം തെക്കേക്കര കൃഷിഭവനാണ് കൃഷി സമൃദ്ധി പഞ്ചായത്തിൽ ഉൾപ്പെടുത്തി വന്നിട്ടുള്ളത്. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതി നല്ല രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തതിനെ തുടർന്നാണ് ഈ പഞ്ചായത്ത് രണ്ടാം ഘട്ടത്തിൽ കൃഷി സമൃദ്ധിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. നിലവിലെ എല്ലാ പദ്ധതികളും ഡിപ്പാർട്ട്മെൻറ്റ് പദ്ധതികളായാലും ജനകീയാസൂത്രണ പദ്ധതികളായാലും കൃഷി സമൃദ്ധിയുമായി ചേർത്തിട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത്. ആ രീതിയിൽ പദ്ധതികൾ ആ ഒരു പഞ്ചായത്തിലേക്ക് കൺവേർജ് ചെയ്തതുകൊണ്ട് നല്ല രീതിയിലൊരു പ്രൊഡക്ഷൻ്റെയും അതുപോലെ തന്നെ നല്ല നല്ല പ്ലോട്ടുകളുടെ ഡെവലപ്മെൻറ്റ്, കൺവേർജൻസ്, വാല്യൂ അഡീഷന്, മാർക്കറ്റിങ്, അത്തരം കാര്യങ്ങളിലെല്ലാം നല്ലൊരു നേട്ടം പഞ്ചായത്തിൽ വരുത്താൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് പദ്ധതി പറയുകയാണെങ്കിൽ പത്തനംതിട്ട ജില്ല തന്നെ കൃഷി സമൃദ്ധി പഞ്ചായത്തിലേക്ക് പദ്ധതികളുടെ ഒരു കൺവേർജൻസ് നടത്തിയിരുന്നു. അതോടുകൂടാതെ തന്നെ നമ്മുടെ ബ്ലോക്ക് തലത്തിലും ഫ്രൂട്ട് ക്ലസ്റ്റർ പോലെയുള്ള നല്ല പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്യാവുന്ന പദ്ധതികളുടെ ഒരു കൂടുതൽ കൺവേർജൻസ്, അല്ലെങ്കിൽ പദ്ധതിയുടെ ഒരു കൂടുതൽ ഷെയർ ബ്ലോക്ക് തലത്തിൽ തന്നെ ഈ പഞ്ചായത്തിലേക്ക് നമ്മൾ കൺവേർജ് ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് പദ്ധതി, അതുപോലെ തന്നെ ഫ്രൂട്ട് ഡെവലപ്മെൻറ്റ് പദ്ധതികൾ, ഇത്തരം പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെ തന്നെ അവിടെ കൂടുതലായിട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി പ്രകാരം ഗ്രൂപ്പുകൾക്ക്, അതായത് കൃഷിക്കൂട്ടങ്ങളുടെ പ്രോത്സാഹനത്തിനായിട്ട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കുടുംബശ്രീ വഴിയുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ MNREGS പദ്ധതി പ്രകാരം തരിശു നിലങ്ങൾ ക്ലിയർ ചെയ്യുന്നതിനും ക്ലിയർ ചെയ്ത തരിശു നിലങ്ങൾ കൃഷി ഇറക്കുന്നതിനാവശ്യമായ സാമ്പത്തിക സഹായം ഉൾപ്പെടെ ഹരിതശ്രീ എന്ന പദ്ധതി ബ്ലോക്ക് പഞ്ചായത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും അതിൽ പ്രധാനപ്പെട്ട ഗുണഭോക്താവായി പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ ഓരോ തെങ്ങുകൾക്കും പുനർജന്മത്തിൻ്റെ കഥ പറയാനുണ്ട്. കേരഗ്രാമം പദ്ധതിയിലൂടെ തെങ്ങിലെ രോഗകീടങ്ങളെ നിയന്ത്രിക്കുവാനും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാനും സാധിച്ചു. തെങ്ങുകൃഷിയിലെ പുരോഗമനം ഓരോ കൃഷിയിടത്തിലും വ്യക്തമായി പ്രതിഫലിക്കുന്നുണ്ട്. പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ കേരഗ്രാമം എന്ന പദ്ധതി നടപ്പാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായി 250 ഹെക്ടർ സ്ഥലത്തെ കേര കർഷകർക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകി. അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിൻ തൈകൾ, തെങ്ങിന് ഡോളമൈറ്റ് ഉൾപ്പെടെയുള്ള വളങ്ങൾ, അതേപോലെ കീടനാശിനികൾ, തെങ്ങ് കർഷകർക്ക് ആവശ്യമായ ഉൽപ്പാദന ഉപാധികൾ, തെങ്ങ് കയറ്റ യന്ത്രങ്ങൾ, തെങ്ങിന് ജലസേചനം നടത്തുന്നതിന് ഡ്രിപ്പ് ഇറിഗേഷൻ, കിണറുകൾ, കുളങ്ങൾ എന്നിവയ്ക്കെല്ലാം സബ്സിഡി നൽകുകയും കേര കർഷകർക്ക് സമഗ്രമായ ഒരു സാമ്പത്തിക ഭദ്രത ഈ പദ്ധതി വഴി നേടുകയുമുണ്ടായി. രൂക്ഷമായ വന്യജീവി ആക്രമണങ്ങളാൽ വലഞ്ഞ കർഷകർക്ക് ഏറെ പ്രയോജനപ്രദമായ പദ്ധതിയാണ് സോളാർ വേലി നിർമ്മാണം. നമ്മുടെ ഈ പഞ്ചായത്തിൽ കർഷകരെല്ലാം ഏറ്റവും കൂടുതൽ വിഷമിച്ചൊരു വിഷയമായിരുന്നു കാട്ടുപന്നി ശല്യം രൂക്ഷമായപ്പോൾ ഇവിടെ എല്ലാവരും കൃഷി ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തത്, കൃഷി ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളും അങ്ങനൊരു ഘട്ടം വന്നപ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൃഷിഭവനിൽ നിന്നും ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് 3 ത്രിതല പഞ്ചായത്തിൽ നിന്നുള്ള സാമ്പത്തിക സഹായത്തോടുകൂടി നമ്മുടെ നാട്ടിലെ വിവിധ കർഷകർക്ക് ഈ സോളാർ ഫെൻസിങ് ആനുകൂല്യം ലഭിക്കുകയും അതുവഴി കൃഷിയെ വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പദ്ധതി നമുക്കിവിടെ നടപ്പിലാക്കാൻ സാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാനും ഇവിടെ ഈ 5 ഏക്കറിൽ ഈ സോളാർ ഫെൻസിങ്
പഞ്ചായത്തിൻ്റെ ത്രിതല പഞ്ചായത്തിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടി സബ്സിഡിയോട് കൂടിയിട്ടാണ് ഈ സോളാർ ഫെൻസിങ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ഭരണസമിതി തരിശുരഹിത പഞ്ചായത്താകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. കൃഷിഭവനുമായി കൂടി ചേർന്ന് കൃഷി സമൃദ്ധി പദ്ധതി ആവിഷ്കരിച്ചിട്ട് 2 വർഷം കൊണ്ട് അത് നടപ്പാക്കി വരുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് തന്നെ ഞങ്ങൾക്ക് 2 പ്രാവശ്യം കൊണ്ട് സ്വരാജ് ട്രോഫി സെക്കൻഡ് സ്ഥാനത്ത് എത്താൻ സാധിക്കുകയും ചെയ്തു. ഈ പഞ്ചായത്തിന് നല്ല രീതിയിൽ കൃഷി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഈ ഭരണസമിതി നല്ല ബഡ്ജറ്റിൽ കൃഷിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നെൽകൃഷിയും കാപ്പിയും കവുങ്ങും കൃഷി രീതി ചെയ്യാൻ ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടിയാണ് ഇത് നടത്തുന്നത്. എല്ലാ വിളകൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന പഞ്ചായത്തിലെ മികച്ച ജൈവ പഴത്തോട്ടങ്ങളിലൊന്നാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഏകദേശം 1.5 ഏക്കർ സ്ഥലത്ത് ഫ്രൂട്ട് പ്ലാന്റ്സിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പച്ചക്കറി ഉൾപ്പെടെയുള്ള എല്ലാ കൃഷികളും ഇവിടെ അനുവർത്തിച്ചു വരുന്നുണ്ട്. മാംഗോസ്റ്റിൻ ഇപ്പോൾ വിളവെടുത്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം 30 കിലോയോളം മാംഗോസ്റ്റിൻ ഒരു മരത്തിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോഴും വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ വിവിധ ഇനം മാവുകളെ, റംബുട്ടാനെ, പ്ലാവ്, അച്ചാച്ചാരു അങ്ങനെയുള്ള വിവിധങ്ങളായ ഫലവർഗ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. എനിക്ക് കൃഷിയോടാണ് താല്പര്യം. എനിക്കിപ്പോൾ വയസ്സ് 82ആയി. എല്ലാ വക കൃഷികളും എനിക്കുണ്ട്. ഫ്രൂട്ട്സ് ആണ് കൂടുതലും ഉള്ളത്. പിന്നെ വയലിൽ കാച്ചിൽ, ചേന, ചേമ്പ്, കപ്പ എല്ലാ കൃഷികളും ഉണ്ട്. സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്ന അവക്കാഡോകൾ, കേരളീയരുടെ പ്രിയപ്പെട്ട ശീമച്ചക്ക, മികച്ച ആദായം നൽകുന്ന മാംഗോസ്റ്റീൻ, മാങ്ങ, ചാമ്പ, ചക്ക, കശുമാങ്ങകൾ, കുലകുലയായി കായ്ച്ചു നിൽക്കുന്ന മുന്തിരി, പേരക്കായ്കൾ ഇവയൊക്കെ ഈ തോട്ടത്തിലെ മനോഹര കാഴ്ചകളാണ്. കൃഷിത്തോട്ടം എപ്പോഴും വൃത്തിയായി പരിപാലിക്കുന്നു. മികച്ച കായ്ഫലം നൽകുന്നവയാണ് ഇവിടുത്തെ കുള്ളൻ തെങ്ങുകൾ. കൃഷിക്ക് എല്ലാവിധ പിന്തുണയുമായി കൃഷിഭവൻ ഉദ്യോഗസ്ഥർ കൂടെയുണ്ട്. കുരുമുളക്, ജാതി തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളും ഈ തോട്ടത്തിൽ കൃഷി ചെയ്തു വരുന്നു. ഇവിടെ പന്തളത്തക്ക ഗ്രാമപഞ്ചായത്ത് തരിശുരഹിത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പദ്ധതികൾ കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൃഷി സമൃദ്ധി എന്ന് പറയുന്ന ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രൊജക്റ്റുകൾ ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കുകയും ചീരകൃഷി, പച്ചക്കറി കൃഷി, നെൽകൃഷി ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള കൃഷികൾ ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിയിൽ നിന്നുള്ള നേട്ടങ്ങൾ അറിഞ്ഞ് കൃഷിയിലേക്ക് ചുവടുവെച്ച ആളാണ് ശരത് കുമാർ. മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്ന ശരത് കുമാറിന് ജനസേവനം പോലെ പ്രിയമാണ് കൃഷിയും. പന്തളം തെക്കേക്കര കൃഷിഭവൻ്റെ കീഴിൽ വരുന്ന സ്ഥലമാണ് ഇത്. ഇത് ഏകദേശം 5 ഏക്കറോളം തരിശായിട്ട് കിടന്ന സ്ഥലമായിരുന്നു. കഴിഞ്ഞ വർഷത്തിന് മുമ്പ് നമ്മുടെ പന്തളം തെക്കേക്കരയിലെ കൃഷി ഓഫീസർ നിർദ്ദേശിച്ച പ്രകാരം പന്തളം തെക്കേക്കര പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റായ പൂക്കൾ നിറയും ഗ്രാമം എന്ന പദ്ധതിയിൽ പൂക്കൾ ജണ്ടുമല്ലി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ആദ്യം ഏകദേശം 50 സെൻറ്റോളം സ്ഥലം പാട്ടത്തിനെടുക്കുകയും അതിനുശേഷം പഞ്ചായത്ത് സ്കീമിൽ ഉൾപ്പെടുത്തി നമ്മൾ സോളാർ വേലി ഇട്ടതിന് ശേഷം ഇതിനകത്ത് ആദ്യമായി ചെണ്ടുമല്ലി കൃഷി ചെയ്തു. ചെണ്ടുമല്ലി കൃഷി ചെയ്ത് നമുക്ക് അത് നല്ല വിജയം കിട്ടുകയും അത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ അതിൻ്റെ വിപണനം നടത്താനും നമുക്ക് നല്ല റിസൾട്ട് ലഭിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്കിയുള്ള ഭൂമിയുടെ ഉടമകളെ സമീപിക്കുകയും അതിനുശേഷം നമ്മൾ അവരുടെ എല്ലാം സമ്മതത്തോടു കൂടി ഈ പുരയിടങ്ങൾ, ഈ ഭൂമി മൊത്തം 5 ഏക്കറോളം പാട്ടത്തിനെടുത്ത് നമ്മൾ ഇതിനകത്ത് പച്ചക്കറി കൃഷി ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇതിനകത്ത് കൃഷി സമൃദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിൽ നിന്ന് സ്കീമിലും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനകത്ത് നമ്മൾ പച്ചക്കറി കൃഷികൾ ധാരാളമായി ചെയ്തു. അതിനകത്ത് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ പച്ചമുളക്, വെണ്ടയ്ക്ക, വഴുതനങ്ങ, വെള്ളരിക്ക, കുമ്പളങ്ങ, ക്യാബേജ്, കോളിഫ്ലവർ, തണ്ണിമത്തൻ, ചീര, ചേന, ചേമ്പ്,
ഏത്തവാഴ, കപ്പ അങ്ങനെ തുടങ്ങിയ പച്ചക്കറി ഇനങ്ങളാണ്. സീസൺ അനുസരിച്ചുള്ള കൃഷി രീതികളാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ സീസണിലും യോജിച്ച കൃഷികളാണ് ഇവിടെ ചെയ്തു വരുന്നത്. നിലവിൽ ചീര, വാഴ, ഇടവിളയായി ചേന, കോളിഫ്ലവർ, കാബേജ്, കൂടാതെ കോവൽ, പാവൽ തുടങ്ങിയവയും കൃഷി ചെയ്തു വരുന്നു. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതി ഹൃദയത്തിലേറ്റി ഏറ്റെടുത്ത് നടത്തി വന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ലോട്ടറി അടിച്ചതുപോലെ കൃഷി സമൃദ്ധി എന്ന പദ്ധതി കൂടി കേരള സർക്കാരിൻ്റെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് നടപ്പാക്കാനായിട്ട് പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിനെ തിരഞ്ഞെടുത്തത്. കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഏറ്റവും വിജയകരമായ ഒരു മാതൃകയാണ് പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ നടപ്പാക്കിയത്. കഴിഞ്ഞ 2 വർഷങ്ങളിലായി 169 ഹെക്ടർ കൃഷിഭൂമിയാണ് തരിശുരഹിതമാക്കി തീറ്റപ്പുല്ല്, മത്സ്യകൃഷി, അതുപോലെ തന്നെ പുഷ്പകൃഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. മണ്ണിനോടുള്ള സ്നേഹവും ജനങ്ങളോടുള്ള ഉത്തരവാദിത്വവും ഒരുപോലെ കൈവിടാതെ കാത്തു സൂക്ഷിക്കുന്ന ജനസമ്മതനായ ഈ യുവ കർഷകന് കൃഷിയിൽ പ്രതീക്ഷകളേറെയാണ്. പരമ്പരാഗത കൃഷിരീതികളോടൊപ്പം തന്നെ നൂതന കൃഷിരീതികളും ആശയങ്ങളും തങ്ങളുടെ കൃഷിയിടത്തിൽ പരീക്ഷിക്കുന്നവരാണ് ഇവിടുത്തെ കർഷകർ. 1 ഏക്കറോളം വരുന്ന ഹൈടെക് കുരുമുളക് തോട്ടമാണ് ഇത്. മുകളിൽ തണൽ വലകൾ വിരിച്ച് നിലത്ത് മൾച്ച് ഷീറ്റുകളുമിട്ട് പൈപ്പുകളിൽ കുരുമുളക് വള്ളികൾ വളർത്തുന്നു. ഈ പ്രോപ്പർട്ടി എൻ്റെ ബ്രദറിൻ്റെ പേരിലുള്ളതാണ്. 670 പ്ലാന്റ്സ് ആണ് അവിടെ വെച്ചിട്ടുള്ളത്. PVC പൈപ്പിലാണ് പ്ലാന്റ് ചെയ്തത്. 2025 ജൂൺ മാസത്തിലാണ് ഈ പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. പല വെറൈറ്റി കുരുമുളകുകൾ ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായി അർക്കളമുണ്ട എന്ന് പറയുന്ന പ്ലാന്റാണ്. അതുകൂടാതെ പന്നിയൂർ 1, പന്നിയൂർ 10, വിജയ് ഉൾപ്പെടെയുള്ള പ്ലാന്റ്സ് ആണ് ചെയ്തിട്ടുള്ളത്. 2 വർഷത്തിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഈൽഡ് ഉണ്ടാവുകയുള്ളൂ. കുരുമുളക് വള്ളികളുടെ ചുവടുഭാഗം ഒഴികെയുള്ള സ്ഥലത്ത് മൾച്ച് ഷീറ്റ് വിരിച്ചിട്ടുള്ളതിനാൽ കളകളില്ലാതെ വൃത്തിയായി കൃഷിയിടം കാണപ്പെടുന്നു. ചുവടുഭാഗം വൃത്തിയാക്കി വളങ്ങൾ കൃത്യമായ അളവിൽ നൽകുന്നു. തുള്ളിനനയിലൂടെ കൃത്യമായ അളവിൽ കൃത്യസമയത്ത് കുരുമുളകിന് വെള്ളം ലഭിക്കുന്നു. കൃഷിഭവൻ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ശരിയായ രീതിയിൽ കീടരോഗ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നു. തരിച്ചു കിടന്ന 170 ഹെക്ടറോളം സ്ഥലം ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തി കൃഷിയോഗ്യമാക്കി വലിയ രീതിയിൽ നമ്മൾ കാർഷിക മേഖലയിൽ മുന്നേറ്റം നടത്തുകയുണ്ടായി. നമ്മളിവിടെ 4 പച്ചക്കറി ക്ലസ്റ്ററുകൾ, 2 ഹരിത സംഘങ്ങളും 2 പച്ചക്കറി ക്ലസ്റ്ററുകളും വഴി പച്ചക്കറി കൃഷി വ്യാപകമാക്കിയിട്ടുണ്ട്. അതുകൂടാതെ SHM പദ്ധതി പ്രകാരം ഫ്രൂട്ട് പ്ലാന്റ്സ്, വാഴ കൃഷി വൻതോതിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. കർഷകർക്ക് നല്ല രീതിയിലുള്ള വരുമാന വർധനവ് ഉറപ്പാക്കാൻ നമുക്ക് ഈ പദ്ധതി മൂലം സാധിച്ചിട്ടുണ്ട്. തോലുഴം ഹരിത സംഘത്തിലെ കർഷകർ വിളവെടുക്കുന്ന സന്തോഷത്തിലാണിപ്പോൾ. കണിവെള്ളരി, ചീര, പയർ തുടങ്ങി എല്ലാവിധ ജൈവ പച്ചക്കറി കൃഷികളും ചെയ്യുന്നവരാണിവർ. പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ പന്തളം തെക്കേക്കര കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ തോലുഴം ഹരിതസംഘ നേതൃത്വത്തിൽ 4 ഏക്കർ സ്ഥലത്ത് ചീരകൃഷിയും പച്ചക്കറി കൃഷിയും നടത്തുന്നുണ്ട്. ചീരകൃഷിയും പച്ചക്കറി കൃഷിയും ആൾക്കാരുടെ ഇടയിൽ നല്ല വരുമാനമുണ്ടാക്കുന്നതും തോലുഴം ജംഗ്ഷനിൽ തന്നെ റോഡ് സൈഡിൽ വെച്ച്, തട്ടയടൂർ റോഡ് സൈഡിൽ വെച്ച് തന്നെയാണ് വിൽപ്പന നടത്തുന്നത്. കൂടുതലും സാധനങ്ങൾ, അധികം വരുന്ന സാധനങ്ങൾ മാത്രം വിപണികളിലും മറ്റു ചന്തകളിലും കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പം കർഷകർക്ക് കൃഷിഭവനിൽ നിന്ന് നല്ല തൈക്കൽ ബ്ലാത്താങ്കര ചീര വിത്ത് തരികയും അത് കൃഷി ചെയ്ത ആൾക്കാരുടെ ഇടയിൽ നല്ല വരുമാന മാർഗം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കൃഷി സമൃദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിരവധി പച്ചക്കറികൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ സഹായത്തിൻ്റെ കൃഷിഭവൻ്റെ സഹായത്തോടും കൂടി ഇവിടുത്തെ കർഷകർ സമർത്ഥമായി കൃഷി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഞാനിവിടെ വെള്ളരി,
പയറ്, പടവലം, ചീര, അതോടൊപ്പം തന്നെ പച്ചമുളക് ഇങ്ങനെയുള്ള കൃഷികൾ ചെയ്യുന്നുണ്ട്. എൻ്റെ 40 വർഷമായി എൻ്റെ കാർഷിക വൃത്തികളാണ് എൻ്റെ ഉപജീവന മാർഗം. അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും കൃഷിഭവൻ്റെ സഹായം നമുക്ക് കിട്ടുന്നുണ്ട്. പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ എല്ലാ കാർഷിക പദ്ധതികളിലും ഭാഗമായിട്ടുള്ളവരാണ് ഇവിടുത്തെ കാർഷിക കർമ്മസേന. 5 വർഷമായി പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കൃഷി സമൃദ്ധി പദ്ധതിയിലെ നടീൽ വസ്തുക്കളായ ചേനാകാച്ചിൽ, മഞ്ഞൾ, ഇഞ്ചി എന്നിവ കർഷകർക്ക് എത്തിച്ചു കൊടുക്കുന്നതിലും പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ച് അടുത്തുള്ള കൃഷിഭവനുകളും പന്തളം തെക്കേക്കര പഞ്ചായത്തിലെ കർഷകർക്കും നൽകുന്നു. ചെറിയ ചെറിയ കൃഷി യന്ത്രങ്ങൾ ഉപയോഗിച്ച് കൃഷിയിടങ്ങൾ ഉഴുത് കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ ഞങ്ങൾ 6 പേരും ജോലി ചെയ്തു കൊടുക്കുന്നു. കർഷകർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന വിള ആരോഗ്യ പരിപാലന കേന്ദ്രം ഇവിടെ പ്രവർത്തിക്കുന്നു. കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പത്തനംതിട്ട ജില്ലയുടെ വിള ആരോഗ്യ കേന്ദ്രം പന്തളം തെക്കേക്കര പഞ്ചായത്ത് കൃഷിഭവനാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ബുധനാഴ്ചയും ഇവിടെ കാർഷിക ക്ലിനിക്ക് ഡേ ആയിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. ഈ ക്ലിനിക്ക് ഡേയിൽ നമ്മുടെ കർഷകരുടെ വിളകൾക്കുള്ള എല്ലാ വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യുകയും അതിനുള്ള പരിഹാര മാർഗങ്ങൾ നടത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ ഭാഗമായിട്ട് മണ്ണ് പരിശോധിച്ച് അതിൻ്റെ റിസൾട്ട് തത്സമയം തന്നെ കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഈ വിള ആരോഗ്യ കേന്ദ്രത്തിനായിട്ട് ഒരു പെസ്റ്റ് സ്കൗട്ടിനെയും നിയമിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ കൃഷി സമൃദ്ധി ഭാഗമായിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് അനുവദിച്ച ഈ ക്ലിനിക്ക് കർഷകർക്ക് ഏറെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് ഇവിടെ തുടർന്നു പോകുന്നുണ്ട്. മണ്ണ് പരിശോധന, കീടരോഗങ്ങളുടെ തിരിച്ചറിയൽ, പരിഹാര നിർദ്ദേശ മാർഗങ്ങൾ, ജൈവ കീടനാശിനികൾ തുടങ്ങിയ സേവനങ്ങൾ കർഷകർക്ക് ലഭിക്കുന്നു. കർഷകർക്കും കർഷക കൂട്ടായ്മകൾക്കും വനിതാ സംരംഭകർക്കും ഏറെ വരുമാനം ഉറപ്പാക്കുന്നവയാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. കേരൾ അഗ്രോ ബ്രാൻഡിംഗ് ലഭിച്ചതിലൂടെ പന്തളം തെക്കേക്കര കർഷകരുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയും ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകുന്നുണ്ട്. ശുദ്ധവും ഗുണമേന്മയേറിയതുമായ ഈ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. പന്തളം തെക്കേക്കര പഞ്ചായത്തിലെ കേരള അഗ്രോ ഉൽപ്പന്നങ്ങളാണ് കേരഗ്രാമം വെളിച്ചെണ്ണ, അതുപോലെ FPOയുടെ നിറവ് ബ്രാൻഡ് വെളിച്ചെണ്ണ. ഇത് രണ്ടും കേരള അഗ്രോ ബ്രാൻഡഡായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് വിപണനം ചെയ്യുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ്. കേരഗ്രാമം വെളിച്ചെണ്ണ എന്ന് പറയുന്നത് 2 വർഷം മുമ്പ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ കേരഗ്രാമം പദ്ധതി തുടങ്ങുകയും അതിൻ്റെ ഭാഗമായി പന്തളം തെക്കേക്കര കേരസമിതിയുടെ നേതൃത്വത്തിൽ നമ്മുടെ കർഷകരുടെ തേങ്ങ താങ്ങുവില നൽകി സംഭരിച്ച് അതിൽ നിന്ന് FPOയുടെ ഡ്രയർ വഴി ഉണ്ടാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണ. ഇത് ഉണ്ടാക്കുന്ന മാത്രയിൽ തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്ത ആളുകൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ FPOയുടെ നേതൃത്വത്തിൽ നിറവ് ബ്രാൻഡ് വെളിച്ചെണ്ണ ഉണ്ടാക്കി വിപണനം ചെയ്യുന്നുണ്ട്. അതും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. കൂടാതെ അതും കേരള അഗ്രോ ബ്രാൻഡഡായിട്ടാണ് നമ്മൾ വിപണനം ചെയ്യുന്നത്. അതുകൂടാതെ ശുദ്ധമായ നാടൻ തേനെ B3 ഹണി എന്ന പേരിൽ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്നു. തട്ട ബ്രാൻഡ് നമ്മുടെ പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് തട്ട എന്ന ഓമനപ്പേരിലാണ് പുറം നാടുകളിൽ അറിയപ്പെടുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ. അപ്പോൾ തട്ട ബ്രാൻഡിലാണ് ഇതെല്ലാം വിപണനം ചെയ്യുന്നത്. തട്ട ബ്രാൻഡ് മഞ്ഞൾപ്പൊടി പ്രതിഭ എന്ന ഇനത്തിൽപ്പെട്ട 6 ഹെക്ടറോളം സ്ഥലത്ത് മഞ്ഞൾ ഇവിടെ കൃഷി ചെയ്യുന്നു. കർഷകരുടെ പ്രതിഭ ബ്രാൻഡ് മഞ്ഞൾ, പച്ചമഞ്ഞൾ സംഭരിച്ച് അത് ഉണക്കി ഡ്രയറിൽ പൊടിച്ചെടുക്കുന്ന ഒരു കൃഷിക്കൂട്ടം, കുഞ്ഞാറ്റ കൃഷിക്കൂട്ടം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ശുദ്ധമായ മഞ്ഞൾപ്പൊടിയാണ് തട്ട ബ്രാൻഡ് പ്രതിഭ മഞ്ഞൾപ്പൊടി. ഇത്രയും ഉൽപ്പന്നങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നിന്നും മറ്റു പഞ്ചായത്തുകളിലേക്കും വിപണനം ചെയ്യുന്നു. കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും സംയുക്ത പദ്ധതികളായിട്ടിത് ഈ പഞ്ചായത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്.
പന്തളം തെക്കേക്കരയുടെ കാർഷിക മേഖലയിലെ സമഗ്ര വളർച്ച ഇവിടുത്തെ കർഷകരിൽ സുരക്ഷിതമാണ്. സുരക്ഷിത ഭക്ഷണമൊരുക്കുന്ന തരിശുരഹിത ഗ്രാമമായി വളരാൻ ഇവിടുത്തെ കർഷകരിലൂടെ ഈ നാടിന് ഇനിയും സാധിക്കട്ടെ.